പറയിപ്പെറ്റു പന്തിരുകുലത്തിൻ്റെ ബാക്കി ഭാഗം തുടങ്ങിയാലോ? കുറേ കാലം വരരുചി രാജാവിൻ്റെ സേവകനായിട്ട് അങ്ങനെ താമസിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും വരരുചി സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം വരരുചി ഒരു ദൂരയാത്രയ്ക്ക് പോയി. യാത്രക്കിടയിൽ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കാനിടയായി. ഭക്ഷണമൊക്കെ ഇവിടെ കാലായിട്ടുണ്ട്, വേഗം കുളിച്ചിട്ട് വന്നോളാൻ ബ്രാഹ്മണൻ വരരുചിയോട് പറഞ്ഞു. ബ്രാഹ്മണന്റെ ബുദ്ധി പരീക്ഷിക്കാനായിട്ട് വരരുചി പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അത് നടക്കുമെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അങ്ങയുടെ ആവശ്യങ്ങളെന്ന് ബ്രാഹ്മണനും ചോദിച്ചു. വരരുചിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: കുളി കഴിഞ്ഞ് വന്നാൽ അദ്ദേഹത്തിന് ഉടുക്കാൻ വീരാളിപ്പട്ട് വേണം, 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കൂടെ 108 കൂട്ടം കറി വേണം, ഭക്ഷണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് 3 പേരെ കഴിക്കണം, അത് കഴിഞ്ഞ് 4 പേരെ അദ്ദേഹത്തെ ചുമക്കണം. ഇത് കേട്ടപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ പേടിച്ചു പോയിട്ട്, പക്ഷെ ബ്രാഹ്മണൻ്റെ മകള് പറഞ്ഞു അദ്ദേഹത്തോട് പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്ന അദ്ദേഹത്തിന് അവൾ പട്ടിൻ്റെ കോണകം കൊടുത്തപ്പോൾ അത് വീരാളിപ്പട്ടായി. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് മുന്നേ 100 ദേവതമാർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ 100 പേർക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ കൂട്ടാനും ഇവിടെ ഇഞ്ചിക്കൂട്ടാൻ ഉണ്ടായപ്പോൾ 108 കൂട്ടം കറിയായി. അദ്ദേഹത്തിന് വെറ്റിലയും അടക്കയും 100 കൂട്ടി മുറുക്കാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് 3 പേരെ കഴിക്കാനും കൊടുത്തു. അന്ന് പുകയിലില്ലാത്ത കാലമാണ് കേട്ടോ. ശേഷം 4 കാലുള്ള കട്ടിലിൽ അദ്ദേഹം കുറച്ചു നേരം വിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ 4 പേര് ചുമക്കുകയും ചെയ്തു. തൻ്റെ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തന്ന ബുദ്ധിമതിയായ കന്യകയോട് അദ്ദേഹത്തിന് ഇഷ്ടം തോന്നി. കന്യകയുടെ അച്ഛൻ്റെ സമ്മതപ്രകാരം കന്യകയെ അദ്ദേഹം വിവാഹം കഴിച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുകയും ചെയ്തു. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ പറഞ്ഞാലോ? മോഹനല്ലേ നീ നാചാരി തെലിസി